പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ തുണ. പറശ്ശിനിനാഥ എൻ്റെ പൊന്നുമുത്തപ്പ എന്ന് വിളിച്ചു ചൊല്ലുന്നോർക്ക് എന്നുമേ തുണയേകും. പറശ്ശിനിനാഥ എൻ്റെ പൊന്നുമുത്തപ്പ എന്ന് വിളിച്ചു ചൊല്ലുന്നോർക്ക് എന്നുമേ തുണയേകും. വലുപ്പച്ചെറുപ്പമോ കുലവൈജാത്യങ്ങളോ ഇല്ലാതെ എല്ലാവർക്കുമേ തുണ മുത്തപ്പൻ മാത്രം. എന്നും ശ്രീ മുത്തപ്പൻ്റെ രൂപദർശനം തേടി എത്തുന്നു സകലരും ദുഃഖഭാണ്ഡവും പേറി. പ്രാർത്ഥിച്ചാൽ കനിയുന്ന ശൈവചൈതന്യം പൂണ്ട മുത്തപ്പൻ സവിധത്തിൽ പല കർമ്മങ്ങൾ കാണാം. കൊച്ചു കുഞ്ഞുങ്ങൾ ആദ്യഭോജനം നടത്തുന്നു. എത്തുന്ന ഭക്തന്മാരോ മൃഷ്ടാന്നം ഭുജിക്കുന്നു. ചായയും പുഴുക്കുമായി ആദ്യ ഭക്ഷണം കിട്ടും. സ്നേഹത്താൽ ശ്രീമുത്തപ്പൻ സർവർക്കും സമാശ്വാസം. തിരുവപ്പനാം വിഷ്ണു ചൈതന്യം കാണാനൊക്കും. എന്നുമേ ശിവരൂപി മുത്തപ്പൻ ശ്വാനനൊപ്പം. മുത്തപ്പ ചരിത്രത്തിൻ കഥകൾ അറിവുകൾ ഇത്തിരി പുരാവൃത്തം പറഞ്ഞു തുടങ്ങട്ടെ. നാടുവാഴിയാം അയ്യങ്കര വാഴുന്നോരും ഭാര്യയാം പാടിക്കുട്ടി സങ്കടമോടെ എന്നും അനപത്യതാ ദുഃഖം പേറുന്ന പാടിക്കുട്ടി ശിവനെ സദാ നേരം കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ. അനപത്യതാ ദുഃഖം പേറുന്ന പാടിക്കുട്ടി ശിവനെ സദാ നേരം കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ഒരു സ്വപ്നത്തിൽ ശിവൻ സാന്ത്വനസ്പർശമായി. പിറ്റേന്ന് പാടിക്കുട്ടി കുളിച്ചു നിൽക്കും നേരം പുഷ്പക്കുട്ടയിൽ ഒഴുകി വരുന്നു കുഞ്ഞോമന. പുഴതൻ താരാട്ടേറ്റ് മാരുതത്തലോടലും ദേവന്റെ കരുതലും കുഞ്ഞിനു സഹായമായി. പുഴതൻ താരാട്ടേറ്റ് മാരുതത്തലോടലും ദേവന്റെ കരുതലും കുഞ്ഞിനു സഹായമായി. കയ്യിലങ്ങെടുത്തപ്പോൾ അമ്മയായി പാടിക്കുട്ടി പൊന്നോമനയ്ക്കായി സർവം സാധിച്ചു കൊടുത്തമ്മ. മെല്ലവേ അടിവെച്ചു വളർന്നു കുഞ്ഞോമന. വളരും തോറും ചില വ്യത്യസ്ത സ്വഭാവങ്ങൾ. കാട്ടിലെ മൃഗങ്ങളെ അമ്പെയ്തു ഭക്ഷിക്കുന്നു. കൂട്ടുകാർ അധകൃതർ വീട്ടിലോ പ്രതിസന്ധി. സസ്യാഹാരി അയ്യങ്കര വാഴുന്നോർതൻ ഉപദേശം അമ്മതൻ കരച്ചിലും വൃഥാവിലായിപ്പോയി. പ്രത്യക്ഷ ശിവരൂപം മാതാപിതാക്കൾ മുന്നിൽ ആശ്ചര്യം ഭയഭക്തി അവരോ നമിച്ചുപോയി. യാത്രയായി ജന്മോദ്ദേശം സാക്ഷാത്കരിക്കാനായി കുന്നുകൾ സമതലം താണ്ടി കുന്നത്തൂരെത്തി. കുന്നുകൾ സമതലം താണ്ടി കുന്നത്തൂരെത്തി. സസ്യശ്യാമളം രമണീയം കേരവൃക്ഷങ്ങൾ തിങ്ങും തൊടികൾ സമൃദ്ധിയാൽ നിറഞ്ഞ കുന്നത്തൂര്. സസ്യശ്യാമളം രമണീയം കേരവൃക്ഷങ്ങൾ തിങ്ങും തൊടികൾ സമൃദ്ധിയായി നിറഞ്ഞ കുന്നത്തൂര്. അവിടെ ചന്ദൻ തൻ്റെ തെങ്ങിലെ നറും കള്ള് എന്നുമേ കുറയുന്നു. കാവലായി ചന്ദൻ നിന്നു കള്ളനെ പിടിക്കാനായി. ശ്രമിച്ചു പൊടുന്നനെ ദൃഷ്ടികൾ പതിഞ്ഞപ്പോൾ കല്ലായി മാറി ചന്ദൻ ദേവന്റെ കോപത്തിന് പാത്രമായത് മൂലം. കല്ലായി മാറി ചന്ദൻ ദേവന്റെ കോപത്തിന് പാത്രമായത് മൂലം. ഭർത്താവിൻ വിയോഗത്താൽ അലറിക്കരഞ്ഞവൾ തെങ്ങിന്മേൽ കണ്ടു മായക്കാഴ്ചയിൽ ഒരു രൂപം. കണ്ടപ്പോൾ തേങ്ങി തേങ്ങി മുത്തപ്പ രക്ഷിക്കണേ ദീനയായി വിലപിച്ചു. അവളോ പൂജിക്കാനായി ധാന്യത്തിൻ പുഴുക്ക് ഒപ്പം മത്സ്യവും ഇളം കള്ളും നേദിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ചന്ദനെ പുനർജനിപ്പിച്ചൊരു മഹാദേവൻ ശ്രീമുത്തപ്പനായി കാക്കുന്നു എല്ലാരെയും. മുത്തപ്പൻ ക്ഷേത്രങ്ങളിൽ
എല്ലാവർക്കും ലഭിക്കുന്ന നൈവേദ്യം പുഴുക്കാണ്, കൂടെ മത്സ്യവും കാണും. വായ്ത്താരി ചൊല്ലും നേരം കേൾക്കാമി കഥകളെ, ആഗ്രഹസാഫല്യമായി നടത്താം തെയ്യക്കോലം. വായ്ത്താരി ചൊല്ലും നേരം കേൾക്കാമി കഥകളെ, ആഗ്രഹസാഫല്യമായി നടത്താം തെയ്യക്കോലം. കുന്നത്തൂർ പാടി വിട്ട് ഗ്രാമങ്ങൾ സന്ദർശിക്കാൻ ഒരുങ്ങി ശരമൊന്നു തൊടുത്തു ലക്ഷ്യം തേടി. അമ്പൊന്ന് പുഴക്കര പനച്ചിങ്ങക്കാടുള്ള സ്ഥലത്ത് തിളങ്ങിയ മുത്തപ്പൻ വരവായി. പറശ്ശിനി കടവിൻ്റെ സവിധം ആസ്ഥാനമായി ചൈതന്യപൂർവം വാഴും മുത്തപ്പ കനിയണേ. പറശ്ശിനി കടവിൻ്റെ സവിധം ആസ്ഥാനമായി ചൈതന്യപൂർവം വാഴും മുത്തപ്പ കനിയണേ. ജനലക്ഷങ്ങൾ ഇന്നും പ്രാർത്ഥനാനിരതരായി വരുന്നു ശ്രീ മുത്തപ്പൻ ദർശന സുഖം തേടി. ജനലക്ഷങ്ങൾ ഇന്നും പ്രാർത്ഥനാനിരതരായി വരുന്നു ശ്രീ മുത്തപ്പൻ ദർശന സുഖം തേടി.